ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് എക്സാം ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2025 ആനുവൽ എക്സാമിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് എക്സാം ടിപ്സ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമിന് തുടങ്ങാനായിട്ട് ഏകദേശം 1.5 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും നമ്മൾ എക്സാം ടിപ്സ് സെർച്ച് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങുന്നു. കാരണം ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല, പഠിച്ച് തുടങ്ങലേ ഉള്ളൂ. മടി പിടിച്ച് മാറ്റി വെച്ച് യൂട്യൂബിലിരുന്ന് സ്റ്റഡി ടിപ്സ് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പഠനം തീരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പഠിക്കുമെന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് ഇന്ന് തൊട്ട് പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യാം. പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി നമ്മൾ പഠിക്കാനായിട്ട് ഇനി തുടങ്ങാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പ്ലാനിങ് ആണ്. പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്, ഓരോ സബ്ജക്റ്റ് എടുത്ത് വെച്ചാൽ അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതാണെന്നും ഇപ്പോൾ ഈ വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് കൂടുതൽ ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്ക് ഏകദേശം അറിയാം. അതായത് കൂടുതലും സെക്കൻഡ് ടേം തേർഡ് ടേമിൽ നിന്നാണ് കൂടുതൽ വരിക. ഫസ്റ്റ് ടേമിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മുഴുവനും നമ്മൾ പഠിക്കണം. എന്നാലും കൂടുതലായി വരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ സാധാരണ ചെയ്യാം ബാക്കിൽ നിന്നും, അതായത് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്നാണ് പഠിച്ച് തുടങ്ങാറുള്ളത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എത്തിച്ചേരുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും ദിവസം നമുക്ക് ഇനി പഠിക്കാനായിട്ടുണ്ട്, ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു റുട്ടീൻ. നമ്മൾ എപ്പം മുതൽ എപ്പോൾ വരെ പഠിക്കും എന്നൊരു ഡിസിഷൻ എടുക്കുക. എക്സാമാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ച് സമയങ്ങൾ എക്സ്ട്രാ പഠിക്കാണ്ടൊന്നും പറ്റില്ല, പഠിക്കാണ്ട് തീരുമില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് പഠിക്കണത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു 5 മണിയാകുമ്പോഴൊക്കെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും. കാരണം ക്ലാസ് ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിൽ പോകുന്ന സമയം നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. വീട്ടിലിരുന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കും വേണം. മാത്രമല്ല നമ്മൾ വൈകുന്നേരം കെടുക്കുന്ന സമയം അതനുസരിച്ച് നമ്മൾ നേരത്തെ കെടുക്കും വേണം. ഉറക്കുളച്ച് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചിലവർക്ക് വൈകുന്നേരം പഠിക്കുന്നതാവും ഇഷ്ടം. അങ്ങനെയുള്ളവർ വൈകുന്നേരം ലേറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ അതനുസരിച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. അപ്പോൾ ഇത്രയും ടൈം പഠിക്കും, കുറച്ച് എക്സ്ട്രാ ടൈം, എത്ര സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നു എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് ഒരു സ്റ്റഡി റുട്ടീൻ നമ്മൾ നിർബന്ധമായിട്ടും ഈ ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്തെടുക്കണം. അതെന്തായാലും ഫോളോ ചെയ്യാനും നമ്മൾ നോക്കണം. ഇനി നാലാമതായിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെ ഉത്തരങ്ങൾ എവിടെ നിന്നാണ് എടുത്ത് എഴുതേണ്ടത് നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും. ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ. മാത്രമല്ല ക്ലാസ്സിൽ എഴുതി തന്നിരിക്കുന്ന നോട്ട്സും നല്ല രീതിക്ക് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നല്ലതായിട്ട് വായിച്ച് മനസ്സിലാക്കി. അത് അധികം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ചാപ്റ്റേഴ്സിന് എക്സ്പ്ലനേഷനൊക്കെ കിട്ടും. അത് നോക്കി ആ പാഠങ്ങൾ നന്നായി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബേസ് ശരിയായി, നമ്മുടെ ചാപ്റ്ററും പഠിച്ചു, നമ്മൾ അതിലുള്ള നോട്ട്സും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കുറച്ചും കൂടി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ട് അതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് ആ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പോലെ ആവില്ല കേട്ടോ, ചിലപ്പോൾ വരിക ടോട്ടലി വേറെ പോലെയൊക്കെ വരാറുമുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലെ തന്നെ വരാറില്ല. എന്നാലും നമുക്കൊരു പ്രാക്ടീസിന് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം കുറച്ചും കൂടി നന്നായിട്ട്. അപ്പോൾ ഓരോ ചോദ്യവും വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എവിടെയാണ് ടെക്സ്റ്റിലുള്ളതെന്ന്, കാരണം സ്റ്റേറ്റ് സിലബസ് ഒക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, വേറെ രീതിയിലാവും ചോദിക്കുക. നമ്മൾ പഠിച്ച ഉത്തരമൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ചോദിക്കുന്ന രീതി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉത്തരം മനസ്സിലാവില്ല. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൺലൈനിൽ കിടക്കുന്നുണ്ട്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും PDF ആയിട്ട്. അത് മാത്രമല്ല നമുക്ക് യൂട്യൂബിലും സോൾവ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഏത് സബ്ജക്റ്റാണ് നമുക്ക് മോശമായിട്ടുള്ളത്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിലെ ചില ചാപ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ കുഴപ്പം. അത് ഏതാണ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ കുറച്ച് എക്സ്ട്രാ ടൈം പഠിക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന് കൊടുക്കണം. അപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ട്യൂഷന് പോകണമെങ്കിൽ അവരോടോ ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ അതിന് സൊല്യൂഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മറ്റുള്ളവരെ ഹെൽപ്പ് നേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. അതായത് നമ്മൾ വെറുതെ എടുത്ത് ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ച് വെറുതെ ഇരിക്കാതെ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അതിൽ ഏറ്റവും നല്ല ടെക്നിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത് ഒരു ടീച്ചറെ പോലെ നമ്മൾ പഠിപ്പിക്കുക. ഒരാളപ്പുറത്ത് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ നമ്മൾ ടീച്ചർ എന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം ഒന്നൊരു പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഉറക്കനെയൊക്കെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മടുപ്പില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ അതുപോലെ ഉറക്കം വായിച്ച് പഠിക്കുകയും എഴുതി നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു എനർജി കിട്ടും പഠനത്തിന്. ഫോണിൽ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ എക്സാം സമയത്തും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ വഴിയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പല ചാപ്റ്റേഴ്സിൻ്റെയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോസ് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതുണ്ടായിരിക്കും. അത് മാത്രമല്ല പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ചില കണക്കുകളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നമുക്ക് സെർച്ച് ചെയ്താൽ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് പഠിച്ച് എക്സാം എഴുതാനായി ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പും ഫീൽ ചെയ്യില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ സ്വയം ആയിട്ട് കണ്ടുപിടിച്ച് പഠിക്കാനായിട്ടും പറ്റും. നമ്മൾ ഒരുവിധമെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് തനിയെ ഒരു ടൈമർ വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഒരു 2 മണിക്കൂറിൻ്റെ എക്സാമാണ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ എക്സാമാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ആ ടൈമർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരങ്ങളെല്ലാം എഴുതിയിട്ട് നിങ്ങൾ തന്നെ സ്വയം ആ പേപ്പർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നോക്കുക. എങ്ങനെയുണ്ട്, നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ വരുന്നുണ്ട്, നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങൾ കറക്റ്റ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ ഇതുപോലെ ഒരു മോഡൽ എക്സാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് തനിയെ എഴുതി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ്. അത് ചെറിയ കുട്ടികളായ പോലും അങ്ങനെ ടൈം വെച്ചിട്ട് എഴുതി നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പലപ്പോഴും പല കുട്ടികൾക്കും എക്സാം എഴുതി തീരാത്തൊരു പ്രശ്നം വരുന്നതിൻ്റെ കാര്യം സമയം മാനേജ് ചെയ്തിട്ട് എഴുതാനും ഓരോ ചോദ്യത്തിൻ്റെ മാർക്ക് അനുസരിച്ച് എന്തോരം എഴുതണമെന്നും ഒന്നും നമുക്ക് മനസ്സിലാവാണ്ടാവുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ സ്വയം വീട്ടിൽ ഒരു മോഡൽ ആയിട്ടൊരു എക്സാം എഴുതുന്നത് എന്തുകൊണ്ടും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ആണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പുറമെ ഉറക്കം ഒളിച്ച് രാവിലെ കുറേ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഉറക്കം ഫുള്ള് ബ്രേക്ക് ചെയ്തിട്ടുള്ള പഠനമൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എക്സാം എഴുതുമ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടാകും. നമുക്ക് അവിടെ പോയിരുന്ന് ചിന്തിക്കാനോ ഓർത്തെടുക്കാനോ ഉള്ള പവറൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വൈകുന്നേരം വേഗം കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. ഇനി വൈകുന്നേരം നിങ്ങൾ ലേറ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് അതിനനുസരിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പഠനം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഉറങ്ങി റിലാക്സ് ആയിട്ട് പ്രോപ്പറായിട്ട് പരീക്ഷയ്ക്ക് ഒരു റെസ്റ്റോട് കൂടിയൊക്കെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ പഠിച്ച് ഇന്ന് മുതൽ തുടങ്ങണില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഉറക്കുളച്ച് പഠിച്ച് ചിലപ്പോൾ പോയി ഇരുന്ന് എഴുതുമ്പോൾ പകുതി കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളും എക്സാം സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. മാത്രമല്ല ജങ്ക് ഫുഡും ഹോട്ടൽ ഫുഡുകളും പരമാവധി കുറയ്ക്കുക. എക്സാം സമയത്ത് ഇങ്ങനത്തെയുള്ള ഐറ്റംസ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ എക്സാം മിസ്സാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് നല്ല ഭക്ഷണമല്ല കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാനുള്ള പവറിനെയും എല്ലാം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാം സമയത്ത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കാനായിട്ടും കൂടി നോക്കുക. അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രെസ്സൊന്നും നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെസ്സല്ല നമുക്ക് ആവശ്യം, നമുക്ക് പഠിക്കലാണ് ആവശ്യം. അപ്പോൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി എക്സാമിന് വന്നു ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു എക്സാം അല്ല നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ലൈഫിലൊരു പാർട്ടാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്തൊരു എക്സാം നമുക്ക് നന്നായിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ പരമാവധി എടുക്കുക. സ്ട്രെസ് അല്ല വേണ്ടത്, നമ്മുടെ ഹാർഡ് വർക്കും എഫേർട്ടുമാണ് വേണ്ടത്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും എക്സാം ടിപ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം തന്നെയാണ് പോകുന്നത്. എത്ര ടിപ്സ് നമ്മൾ കണ്ടാലും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഉള്ളിൽ തോന്നാതെ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിരുത്തി ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുമെന്ന് തീരുമാനമെടുത്ത് എക്സാമിന് വേണ്ടിയിട്ട്
പഠിച്ചു തുടങ്ങുക, ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഈ ഒരു കുറച്ച് ദിവസം, അത് കഴിഞ്ഞ വെക്കേഷനായി നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി കുറച്ച് ദിവസം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് വെക്കേഷൻസ് റിലാക്സ് ആയിട്ട് ഇരിക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതൽ പഠിക്കാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഇനി നമ്മൾ ടിപ്സ് സെർച്ച് ചെയ്തിരിക്കാനുള്ള സമയമല്ല, ഇനി നമ്മൾ പഠിക്കാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.